ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുമ്പോഴും പ്രാഥമികമായി ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ നിരവധി ബാക്കിയാണ്. എത്രത്തോളം സ്വർണം അപഹരിക്കപ്പെട്ടു? കണ്ടുകിട്ടിയ സ്വർണം ശബരിമലയിലേത് തന്നെയാണോ? ആരാണ് കൊണ്ടുപോയത്? തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തത വന്നിട്ടില്ല. ഇക്കാര്യങ്ങളാണ് ഈ കേസിന്റെ ഭാവിയിലെ നിലനിൽപ്പിലടക്കം നിർണായകമാവുക. ഇതൊരു ആസൂത്രിത കൊള്ളയാണെന്നും കുറ്റകരമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃത്യമായ തെളിവുകൾ ഇല്ല എന്നതാണ് പ്രശ്നം. ശബരിമല സന്നിധാനത്തു നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും കടത്തിയ 2 കിലോയോളം സ്വർണത്തിൽ 1.5 കിലോ സ്വർണം പോയ വഴി അറിയാതെ പ്രത്യേക അന്വേഷണ സംഘം ഈഞ്ചക്കലിലെ ഓഫീസിലും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തും പോറ്റിയെയും സ്വർണം വേർതിരിച്ചെടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരി ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും മാറി മാറിയും ഒപ്പമിരുത്തിയും മണിക്കൂറുകൾ ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. മുൻമൊഴികളിൽ മൂവരും ഉറച്ചു നിന്നതോടെ അന്വേഷണം വഴിമുട്ടിയ നിലയിലാണ്. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിലെ ഒരു ഭാഗം 14 ലക്ഷം രൂപയ്ക്ക് ഗോവർദ്ധന് നൽകിയതുപോലെ ഇതര സംസ്ഥാനക്കാരായ മറ്റു പല സമ്പന്നർക്കും വിറ്റതായിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇവരെക്കുറിച്ച് വെളിപ്പെടുത്താൻ പോറ്റി തയ്യാറാകുന്നില്ല എന്നതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. പാളികളിൽ നിന്ന് ലഭിച്ച സ്വർണം ഭണ്ഡാരിക്കും ഗോവർദ്ധനും മാത്രമാണ് നൽകിയതെന്നും ഭണ്ഡാരിക്ക് നൽകിയത് പാളികളിൽ സ്വർണം പൂശിയതിനുള്ള കൂലിയാണെന്നും ഗോവർദ്ധന് നൽകിയ സ്വർണത്തിനുള്ള തുക പണമായും 10 പവന്റെ ആഭരണമായും ദേവസ്വം ബോർഡിന് തിരിച്ചു നൽകിയെന്നുമാണ് പോറ്റി ആവർത്തിക്കുന്നത്. എന്നാൽ ഈ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഏകദേശം 2000 ഗ്രാം സ്വർണം കവർന്നെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. ഇതിൽ 884.203 ഗ്രാം സ്വർണത്തിന്റെ ഉറവിടം മാത്രമാണ് കണ്ടെത്താനായത്. ഭണ്ഡാരിയിൽ നിന്ന് 109.243 ഗ്രാമും അതുപോലെ ഗോവർദ്ധനിൽ നിന്ന് 474.960 ഗ്രാമുമാണ് പിടിച്ചെടുത്തത്. മോഷ്ടിച്ച സ്വർണം എത്രയാണെന്ന് പോറ്റിയും കൂട്ടരും വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ സന്നിധാനത്തു നിന്ന് എത്ര സ്വർണം നഷ്ടമായി എന്നത് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്താൻ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ സഹായം ക്രൈംബ്രാഞ്ച് മേധാവിയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായ എച്ച് വെങ്കിടേഷ് തേടിയിട്ടുണ്ട്. സന്നിധാനത്തു നിന്ന് SIT ശേഖരിച്ച സാമ്പിളുകൾ കഴിഞ്ഞ മാസം തന്നെ VSSക്ക് കൈമാറിയെങ്കിലും റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. സ്വർണം പതിപ്പിച്ച പാളികൾ മാറ്റി പകരം പോറ്റിയും കൂട്ടരും സ്വർണം പൂശിയ ചെമ്പുപാളികൾ തിരികെ എത്തിച്ചതിനാൽ സാമ്പിളുകളിൽ നിന്ന് കൃത്യമായ കണക്ക് കണ്ടെത്തുക പ്രയാസകരമായ കാര്യമാണ്. ഗോവർദ്ധനെ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു പലർക്കും സ്വർണം വിറ്റിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് ദിണ്ടിഗൽ സ്വദേശിയായ MS മണിയെയും രാജപാളയം സ്വദേശി ശ്രീകൃഷ്ണയെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. ഉന്നതരായവരാകാം ശബരിമലയിലെ സ്വർണം വാങ്ങിയതെന്നാണ് സൂചന.